സ്കൂൾ തുറക്കാറായി. സ്കൂൾ തുറക്കുന്നതിന് മുന്നേ എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുപോകണമെന്ന് മുന്നേ തന്നെ അച്ഛനോട് ചട്ടം കെട്ടിയിട്ടുണ്ടായിരുന്നു മോള്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് സൺഡേ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വരുന്ന വഴി ദേ ഇങ്ങനെ ഒരു പാലുണ്ടെന്ന് കേട്ടപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയതാണ്. മണലൂർ അടുത്താണ് കേട്ടോ ഈ സ്ഥലം വരുന്നത്. നല്ല അടിപൊളി സ്ഥലമാണ്. പക്ഷേ വെയിലുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം നേരം നിന്നില്ല. അത്യാവശ്യം നല്ലൊരു വൈബുള്ള സ്ഥലമാണ് കേട്ടോ. പിന്നെ ദേ ഒരാൾ അവിടെ ഞണ്ടിക്കിടന്ന് അത് പൊളിച്ചടുക്കി എടുക്കാനുള്ള ഒരു ശ്രമത്തിലൊക്കെയാണ്. പക്ഷെ അത് നടക്കാത്തത് കൊണ്ട് തന്നെ ആളുകൾ തിരിച്ച് നടന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഏനാമാവ് നെഹ്റു പാർക്കിലാണ്. അത് സിമ്പിളായിട്ടുള്ള കുഞ്ഞി പാർക്കാണ്. അധികം വലിയ തിരക്കോ ഒന്നുമില്ല. എന്നാൽ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാനൊക്കെ സാധിച്ചു. മക്കൾ എല്ലാ സാധനത്തിലും അവിടെയുള്ള എല്ലാ സാധനങ്ങളിലും അവർ കയറിയിട്ടുണ്ട്. സാധാരണ വലിയ നമ്മൾ തൃശ്ശൂർ പാർക്കിലൊക്കെ പോകുമ്പോൾ നല്ല തിരക്കാണ്. അപ്പോൾ എന്താ പറയുക, അവർക്ക് അത്ര അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ നല്ല രസമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. പക്ഷേ മഴക്കാലം ആയാലും കൂടി മഴയൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ പിള്ളേർക്കൊക്കെ എല്ലാത്തിലും കയറാനായിട്ട് പറ്റിയിട്ടോ. ഇതേ ഒരു എന്നിട്ട് ജിറാഫ് പോലത്തെ സാധനത്തിൽ കയറുന്നത്. പക്ഷെ അവൻ ഇപ്പുറത്തെ വശത്തൂടെ കയറുന്നത് പോലെ അപ്പുറത്തെ വശത്തൂടെയാണ് കയറിയത്. പക്ഷേ മക്കളൊക്കെ എല്ലാത്തിലും കയറി ഇങ്ങനെ ചെറുതായിട്ടൊരു കുട്ടികൾ വളർന്നു വന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളും ഒരുവിധം ഇതിലൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ ഇങ്ങോട്ട് വരുമ്പോൾ അതേ ഒരാളിരുന്ന് ഊഞ്ഞാലിരുന്ന് തപസ് ചെയ്യുന്നുണ്ട്. അത് കണ്ട് കുശിമ്പിളകിയപ്പോൾ ഞാനും കൂടി പോയിരുന്ന് ഊഞ്ഞാലിരുന്ന് ആടിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ചേട്ടനും മോനും കൂടി വന്ന് ഞങ്ങളെ നല്ല രീതിയിൽ തന്നെ ആട്ടി തരുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഊഞ്ഞാലിലേക്കായിരുന്നു ഗുസ്തി മുഴുവൻ. മോൻ വന്നിരുന്ന ആടി. അത് കഴിഞ്ഞ് മോളും വന്നിരുന്ന ആടൽ. അങ്ങനെ ഊഞ്ഞാലിനെ ഏതാണ്ട് ഞങ്ങൾ തീരുമാനമാക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് അതേ ഒഴുകാൻ തോന്നി. ഒരു വട്ടം തന്നെ ഒഴുകിയുള്ളൂ. പക്ഷെ ആ ഒഴുകിയപ്പോൾ എന്നെ വന്ന് ഒരു ഇടിച്ച്. എന്നാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞ് മോൻ ഊഞ്ഞാലാടുന്നു. അത് കഴിഞ്ഞ് അങ്ങോട്ട് കിടക്കുമ്പോഴത്തേനും അച്ഛൻ പറഞ്ഞാൽ ഞാനും വരുന്നുണ്ട് ഒഴുകാമെന്ന് പറഞ്ഞിട്ട് അച്ഛനും പോയി ഒഴുകി. അച്ഛൻ്റെ ഒഴുകി കഴിഞ്ഞ് കണ്ടപ്പോൾ ചോദിച്ചു ചേട്ടൻ പറഞ്ഞു എന്നാൽ എനിക്കും കൂടി ഒഴുകണമെന്ന്. അങ്ങനെ ചേട്ടനും ഒഴുകി. എൻ്റെ ചേട്ടനാണത്. ആ ചേട്ടനും കൂടി വന്ന് എല്ലാവരും ഒഴുകി എൻജോയ് ചെയ്തു. ഞാൻ അമ്മോട് പറഞ്ഞു അമ്മയും കൂടി വായോന്ന്. പക്ഷെ അമ്മ പറഞ്ഞു മോളെ എൻ്റെ തണ്ടൽ കളയാൻ ഞാനില്ല, അതുകൊണ്ട് ഞാനില്ല എന്ന് പറഞ്ഞ് ഈ സീസോ ശരിക്കും എന്താ പറയുക, ഞാൻ എനങ്ങാണ്ടിരിക്കുകയാണ്. ചേട്ടൻ്റെ വെയിറ്റിൽ ഞാൻ പൊന്തി ഇരിക്കുകയായിരുന്നു. അപ്പം അച്ഛൻ വന്ന് തത്തി തന്നാണ്. പിന്നെ അതേ എല്ലാ സാധനങ്ങളിലും മക്കൾ കയറി എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെയുള്ള എല്ലാ സാധനങ്ങളിലും കയറിയിട്ടുണ്ട്. ഇതങ്ങനെ ആദ്യമായിട്ടാണ്. പിന്നെ ഒരു ചായയും കൂടി കുടിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ടാറ്റ പറഞ്ഞു. ബൈ ബൈ.